രാവിലെ എണീറ്റതേ ഉള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാവേ. ഞാൻ ഈ താമസിക്കുന്ന വീട്ടിൽ ഓരോ മുറികളാണ്. എന്നുവെച്ചാൽ ഒരു ഫ്ലോറിൽ ചിലപ്പോൾ 2 മുറി കാണും. എല്ലാ റൂമിലും കിച്ചണും ഉണ്ട്. പക്ഷേ എനിക്ക് മാത്രം കിച്ചണില്ല. ഞാനിപ്പോൾ ബേസിക്കലി ഇവിടെ അങ്ങനെ അധികം കുക്ക് ചെയ്യാറില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എൻ്റെ താഴത്തെ റൂമിലെ കുട്ടികൾ സ്ഥിരം ഇടിയപ്പം മേടിക്കുന്നതാണ്. സ്ഥിരം രാവിലെ ഇടിയപ്പം മേടിക്കുന്നതാണ്. അത് ഒരു പ്ലേറ്റ് നിറയെ ഒരു 15 എണ്ണാക്കുക ഇങ്ങനെ മേടിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു ദിവസം ഇത് കൊണ്ടുവരുന്ന ചേട്ടനോട് ചോദിച്ചു, ഇപ്പോൾ കണ്ടില്ലേ വണ്ടി ഓടിച്ച് പോയ ആ ചേട്ടനോട് ചോദിച്ചു. അവിടെ പുള്ളി പറഞ്ഞ ഇടിയപ്പം വടക്കറി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക വടക്കറി. ഞാനിതുവരെ വടക്കറി അങ്ങനെ കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇടിയപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ അങ്ങനെയാണല്ലോ. ഇവിടെ ചമ്മന്തി കഴിക്കാറുണ്ട്. അപ്പോൾ പുള്ളി നമ്പർ വന്നിട്ട് പറഞ്ഞു വേണേൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് എണീറ്റ് പോയി ചോദിച്ചു, പുള്ളി ഒന്ന് വിളിച്ചാലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഓർത്ത് പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞു 10 മിനിറ്റ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നു. ഞാൻ ഇടിയപ്പം മേടിച്ചു. വട കറി ഇതാ ഒഴിച്ചു. ഇത് ശരിക്കും ഒരു 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 കൂട്ടം കറിയുണ്ട്. എനിക്ക് തോന്നുന്നൊരു 15 ഇടിയപ്പമൊക്കെ എങ്കിലും കഴിക്കാം ഈ വടക്കറിയിൽ. 3 മേടിച്ചുള്ളൂ. ശരിക്കും ഈ ഒരു ഇടിയപ്പം ഒരു 10-15 എണ്ണം കഴിച്ചാലും അത്ഭുതമൊന്നും തോന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു വടക്കറിക്ക്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ കറി പൂരിയുടെ കൂടെയൊക്കെ ഇവിടെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എനിക്കിടരുതെന്ന് പറയും. എനിക്കത്ര ഇഷ്ടം താല്പര്യം തോന്നാറില്ല. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇടിയപ്പം കഴിക്കുന്നത്. ബേസിക്കലി എനിക്ക് ഇടിയപ്പം, പുട്ട്, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ പഞ്ചസാര വേണം. പക്ഷേ എനിക്ക് ഇടിയപ്പം മാത്രം കൂട്ടത്തിൽ വലിയ താല്പര്യമില്ല. ഇനിയിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇടിയപ്പം മുട്ടക്കറി വലിയ ഇഷ്ടക്കേടില്ല അങ്ങനെ. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ 3 മേടിച്ചുള്ളൂ. ഭയങ്കര സ്ലൈസായിട്ടുള്ള ഇടിയപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 മാസം 1 വർഷമൊക്കെ ആയി. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡെയിലി എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോയിട്ടും ഇങ്ങനൊരു കാര്യം ഞാൻ ഇതേ വരെ അറിഞ്ഞിട്ടില്ല. ആ കുട്ടികൾ മേടിക്കുന്നിട്ടാണ് അറിഞ്ഞത്. 30 രൂപയാണ് ഇതിന് ഞാൻ കൊടുത്തത്. 30 രൂപയ്ക്ക് ഞാൻ ഇത്രയും നാളിത് മിസ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി റെഗുലർ മേടിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കാരണം എന്നും രാവിലെ പിന്നെ ഇത് ഓർത്ത് എണീക്കും, ഇത് കഴിക്കുന്നത് ഓർത്ത്. അങ്ങനെ ഒരു അഡിക്ഷൻ ഫുഡിനിപ്പോൾ കൊടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചു. ഞാൻ 3 ഇടിയപ്പം കഴിച്ച് കഴിഞ്ഞ് കറി കുറേ മിച്ചം വന്നു. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ആ കറി അടിപൊളിയായിട്ട് വടിച്ച് നക്കി എടുത്ത് കഴിച്ചു.